ഗൾഫ് ടിവി പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കനത്ത മഴ മുന്നറിയിപ്പ്. യുഎഇയിൽ ഓറഞ്ച് അലർട്ട്. ഷെയ്ഖ് തഹ്നൂൻ അന്തരിച്ചു. യുഎഇയിൽ 7 ദിവസം ദുഃഖാചരണം. അസ്ഥിരമായ കാലാവസ്ഥ. ദുബായിലെ എല്ലാ ബീച്ചുകളും പൊതു പാർക്കുകളും മാർക്കറ്റുകളും അടച്ചു. അബുദാബി സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർക്ക് മുസഫയിൽ പുതിയ സിറ്റി ചെക്ക് ഇൻ സേവനം. വാർത്തകൾ വിശദമായി. യുഎഇയിൽ നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പുറപ്പെടുവിച്ച അലേർട്ടുകൾ പ്രകാരം മെയ് 1 അർദ്ധരാത്രി മുതൽ തന്നെ അബുദാബി അടക്കമുള്ള സ്ഥലങ്ങളിൽ കനത്ത മഴ ആരംഭിച്ചിരുന്നു. പുലർച്ചെ 2:35 തന്നെ ദുബായിൽ ചാറ്റൽ മഴയും മിന്നലും ഉണ്ടായി. ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഉണ്ടായി. ഇന്ന് രാത്രി 8 മണി വരെ അപകടകരമായ കാലാവസ്ഥാ സംഭവങ്ങൾ പ്രവചിച്ച് രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലും NCM ഓറഞ്ച് അലേർട്ടാണ് ഇതുവരെ നൽകിയിരിക്കുന്നത്. യുഎഇ രാജകുടുംബാംഗം ഷെയ്ഖ് തഹ്നൂൻ ബിൻ മുഹമ്മദ് അൽ നഹിയാൻ അന്തരിച്ചു. യുഎഇയിൽ 7 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അല്ലൈനിലെ അബുദാബി ഭരണാധികാരിയുടെ പ്രതിനിധിയാണ് ഷെയ്ഖ് തഹ്നൂൻ. ദുഃഖാചരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് ബുധനാഴ്ച മുതൽ 7 ദിവസം ദേശീയ പതാക പാതി താഴ്ത്തിക്കെട്ടും. ഷെയ്ഖ് തഹ്നൂന്റെ നിര്യാണത്തിൽ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ അനുശോചനം രേഖപ്പെടുത്തി. യുഎഇയിലെ അസ്ഥിരമായ കാലാവസ്ഥയെ തുടർന്ന് ദുബായിലെ എല്ലാ ബീച്ചുകളും പൊതു പാർക്കുകളും മാർക്കറ്റുകളും അടച്ചതായി ദുബായ് മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചു. ബീച്ചുകൾ, പൊതു പാർക്കുകൾ, മാർക്കറ്റുകൾ എന്നിവ ഇന്ന് മെയ് 2 വ്യാഴാഴ്ച അടച്ചിടും. ഇന്നു മുതൽ രാജ്യം പ്രതികൂല കാലാവസ്ഥയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അടുത്ത 2 ദിവസത്തേക്ക് ഇടത്തരം മുതൽ കനത്ത മഴ വരെ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അബുദാബിയിലെ സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കായി മുസഫയിൽ പുതിയ സിറ്റ് ഇൻ ചെക്ക് ഇൻ സേവനം ആരംഭിച്ചു. ഫെബ്രുവരിയിൽ യാസ് മാളിൽ സമാനമായ സേവനം ആരംഭിച്ചതിനു ശേഷം ഈ വർഷം ആരംഭിക്കുന്ന 2ാമത്തെ സൗകര്യമാണിത്. എത്തിഹാദ് എയർവേസ്, എയർ അറേബ്യ, വിസെയർ, ഈജിപ്ത് എയർ എന്നീ വിമാനങ്ങൾക്ക് മുസഫയിലെ ഷാബിയ ലെവലിലെ മൊറാഫിക് ചെക്ക് ഇൻ സൗകര്യം ലഭിക്കും. ഈ 2 സർവീസുകൾ കൂടാതെ സായിദ് പോർട്ടിലെ അബുദാബി ക്രൂയിസ് ടെർമിനലിന്റെ ടെർമിനൽ 1-ൽ ചെക്ക് ഇൻ ചെയ്യാനുള്ള സൗകര്യം നിലവിലുണ്ട്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.